നമസ്കാരം. നമ്മളിപ്പോൾ താജ് റെസ്റ്റോറൻറ്റ് ഭാഗത്തു നിന്ന് ടാക്സി പിടിച്ച് ദർബാന്ത് വാലിയുടെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വരുന്ന വഴിക്കൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ ഒരു ഷോർട്ട് കട്ട് എടുത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇടുങ്ങിയ വഴിയിലൂടെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി ചെന്നെത്തുന്നത് ദർബാന്ത് വാലിയുടെ മുമ്പിൽ നിന്നാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വലത് സൈഡിലായിട്ട് വലിയ വലിയ മലകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദർബാന്ത് വാലിയുടെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇറാനിൽ നിന്നുള്ള സ്വദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ കാണുന്നുകൊണ്ടിരിക്കുകയാണ്. അകത്ത് കാറുകളൊക്കെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നല്ല ഹൈക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ പറഞ്ഞാൽ കുന്നാണ്. നടന്നു കയറാൻ നല്ല പാടുപെടും. വർഷങ്ങൾക്ക് മുമ്പ് ടെഹ്റാനിലെ വടക്കൻ പർവ്വതനിരകളിൽ വിമാനം തകർന്നതിനെ തുടർന്ന് വിദേശ പർവ്വതാരോഹകരെ ധീരമായി രക്ഷിച്ച ഉദ്യോഗസ്ഥനായ സർജന്റ് അമീർ ഷഖദാമിയുടെ സ്മരണയ്ക്കായി ആണ് ഈ ഒരു പ്രതിമ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പ്രതിമ ധൈര്യത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. ഹൂഷ റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേയാണ് മുകളിൽ കാണുന്നത്. ഈ വഴിയുടെ രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റ് കഫേയും മാത്രമേ ഉള്ളൂ കേട്ടോ. പേരുകേട്ട ടോച്ചാൽ പർവ്വതം, സെൻട്രൽ ആൽബോർസ് പർവ്വതനിരകൾ എന്നിവ കയറാൻ ആഗ്രഹിക്കുന്ന പർവ്വത ആരോഹകർക്കും ഹൈക്കർമാർക്കും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഈ ഒരു സ്ഥലം നിലകൊള്ളുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇടത് സൈഡിൽ കാണുന്ന ഫ്രൂട്ട്സ് സ്റ്റാളുകളൊക്കെ ഉണ്ടല്ലോ, അത് മധുരമുള്ളതും പുളിയുള്ളതുമായ ട്രീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ലെതർ ലവാഷാക്ക് എന്ന് പറയും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. അങ്ങനെയുള്ള ലഘുഭക്ഷണങ്ങളും വിഭവങ്ങളും ലഭിക്കുന്ന ഭക്ഷണ സ്റ്റാളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അത് വളരെ പ്രശസ്തമാണ്. വൈകുന്നേരമൊക്കെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെയുള്ളത്. ഇറാനിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പരമ്പരാഗത ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും ഉപയോഗിക്കുന്ന വലിയ പിച്ചള അല്ലെങ്കിൽ ചെമ്പ് കലങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അഷ് ഇ റഷ്സ്, അത് നൂഡിൽസ് സൂപ്പാണ്, അല്ലെങ്കിൽ അഷ് ഇ അനാർ എന്ന് പറയും, മാതള നാരങ്ങ സൂപ്പ്. അതുപോലുള്ള നിരവധി വ്യതിയാനങ്ങളുള്ള കട്ടിയുള്ള ഇറാൻ സൂപ്പ് നമുക്കിവിടെ ആസ്വദിക്കാം. അതുപോലെ ഹലീം എന്ന് പറയും, ഗോതമ്പ്, ബാർലി, മാംസം എന്ന് വെച്ചാൽ കുഞ്ഞാട് അല്ലെങ്കിൽ ചിക്കൻ, പലതരത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാവധാനത്തിൽ പാകം ചെയ്യുന്ന കഞ്ഞി പോലുള്ളൊരു വിഭവമാണ് നമുക്ക് ഇതുപോലുള്ള ചെമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. എൻ്റെ കൂടെ സുന്ദരൻ സാറും ഉണ്ട്. സാറ് ചെന്നൈ സ്വദേശിയാണ്. ഖുഷ്താൻ, ഇവിടെ പലതരത്തിലുള്ള ഇറാനിയൻ ഫ്ലവേഴ്സൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇടത് സൈഡിലെല്ലാം പല രീതിയിലുള്ള അലങ്കരിച്ച ഹുക്കുകൾ വെച്ചിരിക്കുന്നതാണ്. ഇവിടെയുള്ള ആളുകളെല്ലാം ഹുക്ക പ്രിയരാണ്. ഹുക്ക വലിക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഒരു പാരമ്പര്യമാണ് കേട്ടോ. ഇറാനിലെ മിക്ക കഫേകളിലും ഇപ്പോഴും ഹുക്ക ഉപയോഗം കാണാം. ഇതെല്ലാം പരമ്പരാഗത രീതിയിൽ ഒരുക്കിയതായിരിക്കും. നമ്മൾ ഈ നടന്നു കയറുന്ന കയറ്റത്തിൻ്റെ വലത് സൈഡിലെല്ലാം ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഭംഗിയുള്ള കുറച്ച് ബലൂൺസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.
നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ജാക്കറ്റിനൊക്കെ നല്ല ചിലവുണ്ട്. ഇവിടെ കുറേ ജാക്കറ്റുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. Welcome to welcome. Thank you, thank you. Hindustan, Zindabad. Zindabad. Bobby, hello, ha. Bobby, hello. How are you? You are welcome. Thank you, thank you. ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. Salam, 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 salam. Al-Asliyat kuja? Hindustan. Hindustan. Al-Asliyat kuja? Hindustan. Goodbye. Goodbye. Kuja? Darban. Darban. Okay. Okay, nice. Thank you. Asliyat kofte kuja? Kuja? Hen? Hin. Hen. The boys are playing. ഈ കാണുന്ന ഇവിടുത്തെ ഒരു വലിയൊരു ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. ബാഗ് ഇ ബഹ്ഷത്ത് റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. بدی ماله بالا میشه غیر 100 تومن غذامونم به به داره ഇവിടുന്ന് നമുക്ക് നടന്ന് ടോച്ചാലിൻ്റെ ഭാഗത്തേക്ക് പോകാം. അത് ഒത്തിരി ദൂരെയാണ് കേട്ടോ.
2-3 കിലോമീറ്റർ അടുത്ത് കാണും. ഈ മല മുഴുവൻ കയറി മുകളിൽ ചെല്ലണം ടോച്ചാലിൻ്റെ ഭാഗത്തേക്ക് ചെല്ലാൻ. ടോച്ചാലിൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചൽമഗാസ് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണത്. حالا واقعی غذا با نون داغ چای رسیدم داریم. ഡർബാൻ റിവറാണ് ഈ ഒഴുകുന്നത്. آقا بالا باشیم. بالا باشیم غذای خوب. غذای خوب. بیا. دل جیگر چای قیدی و غذا آشپزی همه چی هست. ബെഹ്ഷത്ത് ദർബാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് ക്ലിയർ ആകുന്നില്ല, കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ഞാൻ കാണിക്കാം. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഡൈനിങ് ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്കിവിടെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ദർബാൻ റിവറിൻ്റെ നടുക്കാണ് ഇരിപ്പിടമൊക്കെ ഒരുക്കിയിരിക്കുന്നത്.